ഹലോ ഗൈസ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന് നമ്മുടെ മുഖ്യമന്ത്രി കേട്ടുനോക്കും. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ 16% വർധനവാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടത്. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ 18,900 കേസുകളാണ് 2023 രജിസ്റ്റർ ചെയ്തെങ്കിൽ കഴിഞ്ഞ വർഷം ഇത് 17,000 കുറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ സ്ത്രീധന പീഡന കേസുകളുടെ എണ്ണത്തിലും ഗാർഹിക പീഡന കേസുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, സ്ത്രീധന പീഡനം, ഗാർഹിക സംശയം വന്നു അല്ലെ? പിണറായി വിജയൻ കേരളത്തെ കുറിച്ചാണോ പറഞ്ഞതെന്ന് എനിക്കും സംശയം വന്നു. ഞാൻ ചെക്ക് ചെയ്തു. പിണറായി വിജയൻ ഇപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. കേരളത്തെ കുറിച്ച് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുമുള്ളത്. എങ്ങനെ ഇരിക്കുന്നു? ഞാനിതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ടില്ല. എന്നിരുന്നാലും ശരി, ചിലപ്പോൾ റിപ്പോർട്ടുകളിൽ കുറഞ്ഞിട്ടുണ്ടാവും. റിപ്പോർട്ടുകളിൽ കാണിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ മാത്രമാണ്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ഗാർഹിക പീഡന കേസുകളും സ്ത്രീധന കേസുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കുറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ അതേസമയം മർഡർ കേസും സൂയിസൈഡ് കേസും ഒക്കെ അധികരിച്ചിട്ടുമുണ്ടാവാം. കാരണം നമ്മൾ റീസെന്റ് തന്നെ ഒരുപാട് ന്യൂസസ് കണ്ടതാണ്. സൂയിസൈഡും അതുപോലെ മർഡർ കേസും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീധന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗാർഹികമായിട്ടുള്ള പീഡന കേസുകളും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ ഉള്ള കാര്യം. എന്നാൽ കാറ്റഗറി തിരിച്ചപ്പോൾ ഇതൊരു മർഡർ കേസാണ്. അപ്പൊ മർഡർ കേസിലെ കാറ്റഗറിയിലേക്ക് മർഡർ കേസ് എന്ന രീതിയിൽ ഈ ഒരു കേസ് മാറി. അപ്പോൾ സ്വാഭാവികമായി എന്ത് പറ്റും? വുമൻസിനെതിരായിട്ടുള്ള ക്രൈംസ് കുറഞ്ഞിട്ടുണ്ടാവാം. അതായിരിക്കാം ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടിന്റെ വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഇത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും. ഇനി അത് കുറഞ്ഞു തന്നെ വെച്ചോ, ഓക്കെ, ക്രൈംസ് കുറയുന്നുണ്ടോ? ഇല്ല. കാരണം ഈ ഒരു വുമൻസിനെതിരെയുള്ള ക്രൈംസ് കുറയുന്നുണ്ടെങ്കിൽ തന്നെ മറ്റു ക്രൈംസ് ഇവിടെ കൂടുന്നുണ്ട്. കൊലപാതകങ്ങൾ അടക്കം എല്ലാം വർദ്ധിച്ചു വരികയാണ് കേരളത്തിൽ ഓരോ ദിവസം കഴിയുന്നതിനെ. ഇനി ഈ ഒരു കാറ്റഗറിയിലെ കേസസ് കുറഞ്ഞു തന്നെ വെച്ചോ, എന്നാലും മറ്റു കാറ്റഗറിയിലുള്ള കേസസ് അധികരിച്ചു വരിക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ സർക്കാരിന്? പറ്റില്ല. അപ്പോൾ എന്തേ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്ത? ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഇതൊരിക്കലും കുറയില്ല. കാരണം ഇപ്പോഴും ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ്. രജിസ്റ്റർ ചെയ്യാത്ത ഒട്ടനവധി കേസുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സ്റ്റേറ്റിൽ. ആ കാര്യം ആര് പരിഗണിക്കും? ആര് കണക്കിലെടുക്കും? എന്തുകൊണ്ടാണ് ഇവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റാത്തത്, രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത്? ഇമോഷണൽ അറ്റാച്ച്മെന്റ്സ്, അതുമാത്രമല്ല ഭയം, പിന്നെ അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പുച്ഛം അല്ലെങ്കിൽ നാണക്കേട്. ഇതൊക്കെ ഭയന്നിട്ടാണ് ആളുകൾ ഇതുപോലത്തെ കേസസ് ഫയൽ ചെയ്യാതിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഒരു ഗതിയുമില്ലാതെ ഒന്നെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കും, ഇല്ലെങ്കിൽ അവരവരുടെ സ്വന്തം ജീവൻ ഒടുക്കും, സൂയിസൈഡ് ചെയ്യും. അതുമില്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകളോ ആ വ്യക്തിയെ അങ്ങ് തീർക്കും, മർഡറായി. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഓരോ ദിവസവും ഓരോ കേസസ് ആയിട്ട് നമ്മൾ തന്നെ ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഇപ്പൊ 2025 തുടങ്ങിയിട്ട് 2 മാസം ഏകദേശമായി. ഈ 2 മാസത്തിനുള്ളിൽ എത്രത്തോളം മർഡർ കേസസ് കണ്ടിട്ടുണ്ട്, എത്രത്തോളം സൂയിസൈഡ് കണ്ടിട്ടുണ്ട്. ഈ ഡൊമസ്റ്റിക് വയലൻസസ് കാരണം വുമൻസിനെതിരെയുള്ള അതിക്രമങ്ങൾ ഈ 2 മാസത്തിനുള്ളിൽ ഇത്രയും ക്രൈംസ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം 2025 കഴിയുമ്പോഴേക്കും എന്തായിരിക്കും അവസ്ഥ? ഈ സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ സമൂഹം ഏറ്റവും വലുതായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ലഹരി. അതിനെ കൊണ്ടുണ്ടാവുന്ന ക്രൈംസ് അത് എത്രത്തോളം ഉണ്ട്? നമ്മുടെ CM പേപ്പേഴ്സും ന്യൂസും ഒക്കെ ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഒന്ന് കാണുക. അപ്പോഴേ ഇവിടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ പറ. കേരളത്തിൽ ക്രൈംസ് കുറയുകയാണോ ചെയ്യുന്നത്, അതോ കൂടുകയാണോ ചെയ്യുന്നത് എന്നൊരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.